സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ 1500 വാക്ക് മതി എന്നുള്ളത് അമേരിക്കൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഞാൻ കണ്ടെത്തിയല്ല കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ആ 1500 വാക്ക് എന്നുള്ളത് ഞാനൊരു സൗജന്യമായിട്ടൊരു പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. താഴെ ലിങ്ക് ഉണ്ട്. അതിനകത്തെ ഈ ഉപയോഗിച്ചുള്ള 68 വാക്കുകളാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ 34 വാക്കുകളാണ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പഠിക്കുന്ന. ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ഈച്ച് വീതം. They got 2 cookies each. ഈ കുക്കി എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, വലിയ ബിസ്ക്കറ്റിനാണ് സാധാരണ പറയുന്നത് കുക്കി എന്ന്. അമേരിക്കയിലെ സാധാരണ ബിസ്ക്കറ്റിനും കുക്കി എന്ന് പറയാറുണ്ട്. early, നേരത്തെ. He has come early today. Okay, അവന് ഇന്ന് നേരത്തെയാണ് വന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് കഴിഞ്ഞ ഒരു കാര്യം, പക്ഷെ സമയം കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. 245-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും പഴയ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. നമ്മൾ ക്രമത്തിലാണ് ഇത് പഠിച്ചു വേണ്ടത്. ഏൺ, കൂലിയായി കിട്ടുന്നതാണ് ഏൺ എന്ന് പറയുന്നത്. അതിന്റെ V1, V2, V3. ഏൺ, ഏൺഡ്, ഏൺഡ്. You earned $50 last day. ഇന്നലെ നീ $50 സമ്പാദിച്ചു അല്ലെങ്കിൽ കൂലി കിട്ടി. എർത്ത്, ഭൂമി. എർത്ത് ഈസ് എ പ്ലാനറ്റ്. ഇവിടെ കാണാവുന്ന കാര്യം എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള വാക്കുകളാണ് അല്ലെ ഈ 1500. അതുപോലെ തന്നെ അപ്പൊ രണ്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ്? ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ മതി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അല്ലേ. എർത്ത്ക്വേക്ക്, ഭൂമി കുലുക്കം. There was a massive earthquake in my hometown last day. മാസീവ്, ഇന്നലെ ഒരു വലിയ ഭൂമികുലുക്കം ഉണ്ടായി എൻ്റെ ഹോം ടൗണിൽ, എൻ്റെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ എൻ്റെ സ്ഥലത്ത് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാസീവ് എന്നുള്ളതിന് വളരെ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വലിയ എന്നുള്ള അർത്ഥമാണ് ഉള്ളത്. ഈസി, എളുപ്പം. ഫിസിക്സ് ഈസ് ആൻ ഈസി സബ്ജക്ട് ഫോർ മീ. ഓക്കെ, എനിക്കാണ്. On the game is easy. ഈ ലെവലിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ സാധാരണ ലെവൽ 1 ഒക്കെ വളരെ ഈസി ആയിരിക്കും അല്ലേ. ഈറ്റ്, കഴിക്കുക. ഈറ്റ്, ate, eaten. അത് V1, V2, V3. He ate the entire rice and fish curry and liked it. ഓക്കെ, എന്താണ് അവൻ മുഴുവൻ ഫിഷ് കറിയും റൈസും കഴിച്ചല്ലേ. പിന്നെ അതുപോലെ തന്നെ എൻറ്റയർ എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അർത്ഥം. ആൻഡ് ലൈക്ഡ് ഇറ്റ്, അവൻ ഇഷ്ടപ്പെടുകയും ചെയ്തു. എക്കണോമി, സാമ്പത്തിക വ്യവസ്ഥയ്ക്കാണ് എക്കണോമി എന്ന് പറഞ്ഞത്. ദ എക്കണോമി വാസ് എഫക്റ്റഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ന്യൂ ടാക്സ്. ഓക്കെ, എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പൊ എന്താണ് അതിന് എന്ത് പറ്റി? അത് എഫക്റ്റ് ആയി, സാമ്പത്തിക വ്യവസ്ഥ എഫക്റ്റ് ആയി. ചിലപ്പോഴും ഒരു ചെറിയ ഒരു ഷോർട്ട് ടൈമിലേക്കായിരിക്കും അല്ലെ. ഷോർട്ട് ടൈം ഒരു ചെറിയ പീരീഡിലേക്ക്. എഡ്ജ്, അറ്റം. She sat at the edge of the bench. Okay, ഒരു അറ്റത്ത് അവൾ ഇരുന്നു. Education, വിദ്യാഭ്യാസം. Parents must give good education to their children. Okay, എന്താണ് പേരൻസ് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം കുട്ടികൾക്ക് അല്ലേ. എഫക്റ്റ്, വ്യത്യാസമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ആഘാതം എന്നാണ് അർത്ഥം. ദ സ്റ്റോം ഹാഡ് എ സിവിയർ എഫക്റ്റ് ഓൺ ദി എക്കണോമി. എന്താണ് സ്റ്റോം എന്നുള്ള പിന്നെ കൊടുങ്കാറ്റ്, അതൊക്കെ അതല്ലല്ലോ, അല്ലെങ്കിൽ വലിയ മഴയും കൊടുങ്കാറ്റൊക്കെ സ്റ്റോം എന്ന് പറയും. അതെന്താണ് ഒരു സിവിയർ എഫക്റ്റ്, ഒരു ഭയങ്കരമായ എഫക്റ്റ് ഉണ്ടാക്കി ഇതിനകത്ത് ഇക്കണോമിക്കകത്ത്, സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എഫേർട്ട്, അധ്വാനം. നമ്മൾ ശരിക്കും നല്ല എഫേർട്ട് ഇടണം എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ യു ഹാവ് ടു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഗെറ്റ് എ ഗുഡ് ജോബ് ഇൻ ദി റെയിൽവേ. നല്ലൊരു ജോബ് റെയിൽവേ കിട്ടാൻ വേണ്ടി നല്ല എഫേർട്ട് ഇടണം എന്നാണ് പറഞ്ഞത്. ഇവിടെ ജെയിൻ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. ജെയിൻ എന്ത് ചെയ്തു? ജെയിൻ എന്ന് പറഞ്ഞ് പെൺകുട്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാനും യു ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് അല്ലേ, അതും ആവശ്യമാണ്. ഏതെങ്കിലും ഒന്ന്, either I accompany you to your room or I wait here. ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കൂടെ റൂമിലേക്ക് വരാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എംബസി, വിദേശ കാര്യാലയം. നമ്മളിപ്പോൾ എംബസിയെ പറ്റി ഒത്തിരി കേൾക്കുന്നുണ്ട് അല്ലേ. He went to the embassy to renew his passport. ഓക്കെ, നമ്മളെല്ലാ രാജ്യത്തും ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ പുതുക്കുക എന്നാണ് അർത്ഥം. എമർജൻസി, പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഒരു അത്യാവശ്യത്തിനാണ് എമർജൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത്യാഹിതം എന്നുള്ള ഒരു അർത്ഥമുണ്ട് അല്ലേ. എമർജൻസി ഉണ്ടല്ലോ ഹോസ്പിറ്റലിലൊക്കെ, അത് അത്യാഹിത വിഭാഗം അല്ലേ. There was an emergency at my office, so I reached my home late. Okay, എന്താണ് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെ അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ താമസിച്ചാണ് എത്തിയത്.
ഇമോഷൻ, വികാര വിക്ഷോഭത്തിനാണ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ. ദ വുമൺ വാസ് ഫിൽഡ് വിത്ത് ഇമോഷൻ വെൻ ഹെർ ബേബി വാസ് ബോൺ. ഓക്കെ, എന്താണ് അവള് ഭയങ്കരമായിട്ട് അവൾക്ക് എന്താണ് വലിയ ഒരു സന്തോഷവും ഒരു കരച്ചിലും എല്ലാം വന്നു അല്ലേ, ഇമോഷൻസ് ഉണ്ടായി എപ്പോഴാണ് ഒരു പുതിയൊരു കുഞ്ഞുണ്ടായപ്പോഴല്ലേ. empty, കാലി. ദിസ് കണ്ടെയ്നർ ഈസ് empty. ഓക്കെ, ഈ പാത്രം അല്ലെങ്കിൽ ഈ ജാറ് എന്നൊക്കെ നമുക്ക് പറയാം. എന്ത് പാത്രത്തിൽ നമുക്കൊരു കണ്ടെയ്നർ അല്ലെ, സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സാധനമാണ്. എൻഡ്, അവസാനം. ദ എൻഡ് ഓഫ് ദ ഇയർ. ഓക്കെ, വർഷ അവസാനം. എനിമി, ശത്രു. ദേ ഡിഡ് എവറിത്തിങ് ദേ കുഡ് ടു കീപ് ദ എനിമി ഔട്ട്. ഓക്കെ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, ദേ ഡിഡ് എവറിത്തിങ്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. എന്തിനു വേണ്ടി? ദേ കുഡ് കീപ് ദ എനിമി ഔട്ട്. ഓക്കെ, പിന്നെ ശത്രുവിനെ പുറത്ത് ആക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാം ചെയ്തു. എനർജി, ഊർജം എന്നുള്ളൊരു അർത്ഥമുണ്ട്, ബലം എന്നുള്ളൊരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്നുള്ളൊരു അർത്ഥം, അങ്ങനത്തെ ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അതിന് നമുക്ക് എനർജി എന്ന് പറയാം. ഷീ ഡ്രാങ്ക് കോഫി ടു ഗെയിൻ സം എനർജി, ഇച്ചിരിയുടെ ബലം ഊരൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു, അവൾ ഇച്ചിരി കോഫി കുടിച്ചു. എൻഫോഴ്സ്, എൻഫോഴ്സ് ചെയ്യുന്നത് നിർബന്ധിതമായിട്ട് ചെയ്യിക്കുന്നതിനാണ് എൻഫോഴ്സ് എന്ന് പറയുന്നത്. V1, V2, V3. എൻഫോഴ്സ്, എൻഫോഴ്സ്ഡ്, എൻഫോഴ്സ്ഡ്. He enforced his junior to sign the document. ഓക്കെ, അവനെന്ത് ചെയ്തു, നിർബന്ധിച്ചു സൈൻ ചെയ്യാൻ വേണ്ടി, ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി. എൻജിൻ, നമ്മൾ അറിയാവുന്ന എൻജിൻ തന്നെയാണ്. യൂഷ്വലി ദ എൻജിൻ ഈസ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ കാർ. ഓക്കെ, മിക്കപ്പോഴും, സാധാരണ എന്നൊക്കെയാണ് യൂഷ്വലി എന്നുള്ള അർത്ഥം. യൂഷ്വലി എൻജിൻ സാധാരണ കാറിന്റെ ഫ്രണ്ടിലാണ് ഉള്ളതെന്ന് പറയുന്നത്. എൻജോയ്, ആസ്വദിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ മലയാളം എഴുതുന്നതിൻ്റെ അകത്തൊക്കെ ചില തെറ്റുകളുണ്ട്, ക്ഷമിക്കുക, അതിപ്പം ടൈപ്പ് ചെയ്യുന്നതിൻ്റെ അകത്തെ മിസ്റ്റേക്കാണ്. എൻജോയ്, എൻജോയ്ഡ്, എൻജോയ്ഡ്. വി ഓൾ എൻജോയ്ഡ് ദ ട്രിപ്പ്. ഓക്കെ, എന്താണ് ആ യാത്ര ഞങ്ങളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തെന്നാവുന്നത്. ഇനഫ്, ആവശ്യത്തിൽ കൂടുതൽ. ഇനഫ്. ദ ബോയ് ഡിഡ് നോട്ട് ഹാവ് ഇനഫ് മണി ടു ബൈ ദ ചോക്ലേറ്റ്. ഓക്കെ, എന്താണ് കുട്ടിയുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഡിഡ് നോട്ട് ഹാവ്, ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. ഡിഡ് നോട്ട് ഹാവ് ഇനഫ് മണി, ആവശ്യത്തിനുള്ള പൈസ ഇല്ലായിരുന്നു. എന്തിനു വേണ്ടി? ചോക്ലേറ്റ് വാങ്ങിക്കാൻ വേണ്ടി. എൻ്റർ, പ്രവേശിക്കുക. എൻ്റർ, എൻറ്റേർഡ്, എൻറ്റേർഡ്. ലെറ്റ്സ് എൻ്റർ ദ തിയേറ്റർ ആസ് ദ ഷോ ഹാസ് ഓൾറെഡി ബിഗൺ. ഓക്കെ, എന്താണ് നമുക്ക് തിയേറ്ററിലേക്ക് കയറാം, കാരണം ഷോ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. ഹാസ് ഓൾറെഡി ബിഗൺ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ. എൻവയറമെന്റ്, ചുറ്റുപാട് അല്ലെങ്കിൽ പ്രകൃതി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ മലയാളം ഒത്തിരി തെറ്റുണ്ടല്ലേ. റീസൈക്ലിംഗ് ഹെൽപ്പ് ടു കീപ് ദ എൻവയറമെന്റ് ക്ലീൻ. ഓക്കെ, റീസൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച സാധനം തന്നെ അതിനെ ഒന്നെങ്കിൽ വ്യത്യാസപ്പെടുത്തി ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ പിന്നെ വീണ്ടും ഉപയോഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാറുണ്ട് അല്ലേ. പ്ലാസ്റ്റിക് ജാറ് മാറ്റിയിട്ട് അതൊരു ചിരട്ടയാക്കാറുണ്ട്, പ്ലാസ്റ്റിക് ചിരട്ടയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പൈപ്പുകളാക്കാറുണ്ട്. അതൊക്കെ എന്തിനാണ്? അതിനൊക്കെ പറഞ്ഞാൽ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഈക്വൽ, ഒരുപോലെ അളവ്. ദിസ് കേക്ക് റെസിപ്പി റിക്വയർസ് ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്ലോർ ആൻഡ് മിൽക്ക്. ഓക്കെ, എന്താണ് മാവും മിൽക്കും. ഈ റെസിപ്പി എന്താണ്? ഉണ്ടാക്കുന്ന രീതി അല്ലെങ്കിൽ പിന്നെ പാചക കൂട്ട് എന്നൊക്കെ പറയാം അല്ലേ. ഈ കേക്കിന്റെ റെസിപ്പിക്ക് എന്തൊക്കെ വേണം? റിക്വയർസ് ഈക്വൽ എമൗണ്ട്സ് ഓഫ്. ഓക്കെ, എന്താണ് ഒരുപോലെയുള്ള ഒരുപോലെയുള്ള എന്തൊക്കെ വേണം? ഫ്ലോറും മാവും പാലും വേണം എന്നാണ് പറഞ്ഞത്. അപ്പൊ റെസിപ്പി എന്നുള്ളത് പാചകക്കൂട്ട് അതല്ലേ, പാചകക്കൂട്ടാണ്. തെറ്റാണ് അല്ലേ മലയാളം. എക്യുപ്മെന്റ്, ഉപകരണം. ദിസ് എക്യുപ്മെന്റ് ഈസ് റിയലി യൂസ്ഫുൾ. ഓക്കെ, ഈ ഉപകരണം വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ വെരി യൂസ്ഫുൾ എന്നുള്ളതിന് വിദേശികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹാൻഡി എന്നുള്ള വാക്കാണ്. അപ്പൊ നമുക്കും അത് പഠിക്കാം കേട്ടോ. പുതിയൊരു വാക്കാണ് ഹാൻഡി. എസ്കേപ്പ്, രക്ഷപ്പെടുക. എസ്കേപ്പ്, എസ്കേപ്ഡ്, എസ്കേപ്ഡ്. The killer escaped the prison last night and the police is searching for him. Okay, എന്താണ് ആ കൊലപാതകി ഇന്നലെ പ്രിസണിൽ നിന്നും കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. and police is searching for him. പോലീസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി, പ്രധാനമായും they liked the food, especially the chicken. Okay, അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഭക്ഷണം. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രധാനമായിട്ടും ചിക്കനാണ് ഇഷ്ടപ്പെട്ടത് അല്ലെ. എസ്റ്റാബ്ലിഷ്, നിലവിൽ വരിക. Established. V1, V2, V3. The government has established a new LPG scheme for poor people. Okay, എന്താണ് ഒരു പുതിയൊരു പദ്ധതി, അതാണ് സ്കീം എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഒരു പുതിയൊരു പദ്ധതി നിലവിൽ വരുത്തി. LPG സ്കീം അല്ലേ, ആർക്ക് വേണ്ടി? അപ്പൊ നമ്മുടെ ഗ്യാസ് ആണല്ലോ LPG അല്ലേ, ആർക്ക് വേണ്ടി? പാവപ്പെട്ട ആർക്ക് വേണ്ടി?
എസ്റ്റിമേറ്റ് തുക നിർണ്ണയിക്കുക. And V1, V2, V3 estimate, estimated. My estimate for our new house is around 20 lakh rupees. Okay, ഞാൻ എടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് അത്രയാണ്, ഞാൻ തുക നിർണ്ണയിച്ചിരിക്കുന്നത്, അത്രേ എൻ്റെ ഉള്ളല്ലേ. അതാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു 20 ലക്ഷം രൂപയാണ് വീടിന് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. എത്നിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് എത്നിക് എന്ന് പറയുന്നത്. The question on ethnic origin was included in the census. Okay, censusൽ ആ ethnic origin, അപ്പോൾ നിങ്ങളുടെ ആ എവിടെ നിന്നാണ് നിങ്ങളുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ആരംഭം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് അല്ലേ. ഇപ്പോൾ എത്നിക് ഒറിജിൻ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ അറബിക്, അത് അറബികൾ ഒരു എത്നിക്കാണ്, അല്ലെങ്കിൽ തമിഴ് ഒരു എത്നിക്കാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല, വ്യത്യസ്തമായ വിഭാഗങ്ങളെല്ലാം നമുക്ക് എത്നിക് എന്ന് പറയാം, അല്ലെങ്കിൽ ദ്രവീഡിയൻസ് എന്ന് പറയാം, ആര്യൻസ്, ഇതൊക്കെ ാണ് അല്ലെ. അല്ലെങ്കിൽ ഇച്ചിരൂടെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രത്യേക വിഭാഗങ്ങൾ, ഗോത്രങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് വളരെ ചുരുക്കി വേണമെങ്കിലും പറയാം. ഇനി എത്നിക് ഫുഡ്, ഇപ്പോൾ പ്രത്യേക വിഭാഗക്കാർക്ക് പ്രത്യേക ഭക്ഷണ രീതികൾ കാണും അല്ലേ. അപ്പോഴതാണ് എത്നിക് ഫുഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് പഠിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.